സത്യസന്ധമായിട്ട് പറയില്ല, നമ്മുടെ അറേബ്യൻ പാലസിൽ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മന്തിയുണ്ട്, സ്പൈസി സ്പെഷ്യൽ മന്തി. ആ മന്തി മാത്രം ചിക്കൻ ഇത്ര അസലായിട്ട് മന്തി ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടുള്ളൂ. മൊബൈൽ ഫോണിൽ നിന്ന് മറ്റേ ഹെഡ്ഫോൺ ജാക്കും ചാർജറും എടുത്ത് കളയണ പോലെയാണ് ബിരിയാണിയിൽ നിന്ന് മറ്റേ മുട്ടയും പപ്പടം എടുത്ത് കളയണത്. അത് അസലായിട്ട് വെന്തേക്കണം ബീഫ്. അതുകൊണ്ട് ഞാൻ ഒരു ബീഫ് ബിരിയാണി കൂടി ഞാൻ പാർസൽ പറഞ്ഞിട്ടുണ്ട്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഹോട്ട് ബോക്സ് ദം ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് സ്റ്റേഡിയത്തിൻ്റെ അവിടെ ഉള്ള കേട്ടോ. പണ്ട് ഇവരുടെ ആണെന്നുണ്ട് ഇത് ബീഫ് ഷുവാന്ന് പറഞ്ഞ സാധനം കഴിച്ചു നോക്കിയിട്ടുണ്ട്. ബീഫാണോ ചിക്കനാണെന്ന് മറന്നുപോയി, അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷേ ഇവിടുത്തെ ബിരിയാണി എങ്ങനെയാണെന്ന് നോക്കാം, കഴിച്ചു നോക്കട്ടെ. എൻ്റെ അടുത്ത് കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞ് കഴിച്ചു നോക്ക്, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു. ബീഫ് ഷോ കഴിഞ്ഞു പോയിരുന്നു. അപ്പം പിന്നെ ബീഫ് ബിരിയാണി ഞാൻ വാങ്ങാം. അനുഭവം അപ്പോൾ ചിക്കൻ ഷോ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഒരു ബീഫ് ബിരിയാണി ഒരു ചിക്കൻ ഷോ കഴിച്ചു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നു. ഇതാണ് ചിക്കൻ ഷുവ, ഇത് ബീഫ് ബിരിയാണി, തലശ്ശേരി സ്റ്റൈൽ ബിരിയാണിയാണ് കേട്ടോ കേട്ടോ, ചെറിയ അരിയുടെ. അപ്പോൾ ഏത് കഴിച്ചു നോക്കണം ആദ്യം നിനക്ക്? എന്നാൽ ഇത് കഴിച്ചു നോക്കാം ആദ്യം. ഞാനത് ഓൾറെഡി പണ്ട് കഴിച്ചിട്ടുണ്ട് അന്ന്. ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തെന്തോ കഴിച്ചു, അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അന്ന്. ഇന്ന് കഴിച്ചു നോക്കി. ഇതിപ്പോൾ ഇവിടെ ഒന്ന് കഴിക്കാനില്ല, ഇവിടെ വരുമ്പോൾ ഡിഫറൻസ് ഉണ്ടാവും എന്തായാലും. മന്തി പോലെ വെന്തറുണ്ടാവും. ഇഷ്ടപ്പെട്ടോ? ഏത് ചിക്കൻ്റെ? മഞ്ഞളുടെ ടേസ്റ്റാണ് റൈസിന്. അല്ല, റൈസ് കണ്ടിട്ട് കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. റൈസ് സോഫ്റ്റ് ആണല്ലേ? ഓക്കെ, അപ്പം ഞാൻ കഴിച്ചു നോക്കാം. ഇത്ര സാധനം കൂടെ കിട്ടിയാ പറഞ്ഞ പോലെ. പായസം, ഇതിൻ്റെ ഒപ്പം തന്നെ ഇതൊക്കെ ഉണ്ടല്ലേ, കട്ടനും ഉണ്ടല്ലേ. പായസം ഇവർ എല്ലാം സെർവ് ചെയ്യുന്നു കേട്ടോ. ഇത് നമ്മുടെ ടൊമാറ്റോയുടെ ചട്നി. ഇത് തലശ്ശേരി ബിരിയാണിയുടെ കിട്ടണം ഇത്ര സാധനങ്ങൾ. ഷുവയുടെ കൂടെ കിട്ടുന്നത് ഇത്ര സാധനങ്ങളാണ് കേട്ടോ. ബിരിയാണിയുടെ കിട്ടുന്നത് ഇത്ര സാധനങ്ങൾ. എല്ലാവർക്കും ചാകട്ടല്ല. ടേസ്റ്റ് ചെയ്യാനാ പറഞ്ഞത്, തീർക്കാനല്ല. ഞങ്ങളിന്ന് 2 സിനിമ കണ്ടിട്ട് വന്ന വഴിയാണ്. രാവിലെ തന്നെ പ്രേമല്ലും ഉണ്ട്, അതിന് ശേഷം അന്വേഷിപ്പിൻ കണ്ടെത്തും. ഇനിയിപ്പോൾ കണ്ടെത്തും എന്നേ ഉള്ളു. അന്വേഷിപ്പിൻ കണ്ടെത്തും അത്രേ ഉള്ളു. പിന്നെ അതുപോലെ അത് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഷാഹിദ് കപൂറും കൃതിക് സനോൻ്റെ ഒരു പടമുണ്ട്, തേരി ബാത്തോമേ ഉൽജാജിയ. അതിനുശേഷം രാത്രി ലാൽ സലാമും ഉണ്ട്, നമ്മുടെ സ്വന്തം രജനി അണ്ണൻ്റെ. അത് മാരത്തോൺ തീരും, 4 പടം. ഇനി അടുത്ത ആഴ്ച ഇതുപോലെ വേറൊരു മാരത്തോൺ ഉണ്ട്. മഞ്ഞുമൽ ബോയ്സ്, ബ്രഹ്മയുഗം, വേറെ 2 പടങ്ങളും. കഴിച്ചു നോക്കട്ടെ കേട്ടോ. ഭയങ്കര ചൂട്, മന്തി പോലെ വെന്തറുണ്ട്. മണം കൊള്ളാലോ. ഒരു ഇതുവരെ കഴിക്കാത്തൊരു ടേസ്റ്റ്. എന്തായാലും ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തേക്കാളും രസമുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇപ്പോൾ കഴിച്ചിട്ട്. ഇതാണ് ഞാൻ പറയുന്നത്, ചില ഡിഷ് ഉണ്ടല്ല നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്തത്, കടയിൽ ചെന്ന് വന്ന് കഴിക്കണം. ഇങ്ങനെ കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല, ഒരു വെറൈറ്റി ടേസ്റ്റ്. ബീഫ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബിരിയാണി അല്ല, ഇതിൻ്റെ ബീഫ് കുറച്ചുകൂടെ നല്ലതായിരിക്കും. തീർന്നു പോയി, അതുകൊണ്ടാണ് ഞാൻ ബീഫാണ് ഓർഡർ ചെയ്തത്. ഒരു സാധനം കഴിഞ്ഞു, നല്ല അസലായിട്ട് വെന്തറുണ്ട് കേട്ടോ. ചിക്കൻ നല്ല അസലായിട്ട് വെന്തറുണ്ട്. റൈസ് ഒരു നോർത്ത് ഇന്ത്യൻ അങ്ങനത്തെ ഒരു മണം കിട്ടണം നമ്മുടെ കഴിച്ചോടെ. റൈസ് അടിപൊളി, നല്ല ടേസ്റ്റ്. എനിക്ക് പൊതുവെ ഇങ്ങനെ ഫ്ലേവേർഡ് റൈസ് ഭയങ്കര ഇഷ്ടമാണ്. മണത്തപ്പം നോർത്ത് ഇന്ത്യൻ ഒരു ഇതായിരുന്നെങ്കിലും കഴിച്ചപ്പോൾ ഒരു ആന്ധ്ര അങ്ങനെ ഒരു ടൈപ്പ് ഫീലാണ് കിട്ടണം കേട്ടോ. ഒരു വെറൈറ്റി സാധനം. എന്തായാലും പണ്ട് ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്ത് കഴിച്ചേക്കാളും സൂപ്പറാണ്.
ഗുഡ്. നല്ല അരി, നല്ല ക്വാളിറ്റി ഓഫ് അരി. ബീഫ് കൂടെ കഴിച്ചു നോക്ക്. എവിടെ? ബീഫ് ആ ബിരിയാണി. അത് കഴിക്കാം. ഇതൊന്നും കഴിച്ചു നോക്കണ്ട. നിന്റെ നീ കഴിച്ചിട്ട് പറഞ്ഞാൽ മതി, അതുകൊണ്ട് ഞാൻ കഴിക്കാം. ബീഫ് കണ്ടിട്ട് ഞാൻ കൊള്ളാട്ടോ. ഇത് പോത്തിറച്ചി ഞാൻ തോന്നാൻ. നീ കഴിച്ചു നോക്കിയിട്ട് പറ. മസാല കുറവാണ്. എനിക്കിഷ്ടമാണ്. അത് തലശ്ശേരി ബിരിയാണി അതാ. ഇത് പോത്തിറച്ചി ആണോ? ഇത് അറിയില്ല, മനസ്സിലാവണം. കഴിച്ചു നോക്ക്. എങ്ങനെയുണ്ട്? ഓ മനസ്സിലായി. ഇറച്ചിയുടെ ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ നിൽക്കണത്. സത്യസന്ധമായിട്ട് പറയില്ല, നമ്മുടെ അറേബ്യൻ പാലസിൽ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മന്തിയുണ്ട്, സ്പൈസി സ്പെഷ്യൽ മന്തി. ആ മന്തി മാത്രം ചിക്കൻ ഇത്ര അസലായിട്ട് വെന്ത് ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ഇവരും കൂടി കണ്ട അസലായിട്ട് വെന്തിട്ടുണ്ട്. അത് ആ ഒരു ലെവലിൽ തന്നെ ഇതും വെന്തിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോഴുണ്ട് അനുപയുടെ ബീഫ് എടുത്ത് നോക്കി. ബീഫ് തനി അലുവ ബീഫ് അലുവ എന്ന് പ്രഖ്യാപിക്കുക അല്ലേ? ബീഫ് അലുവ ബിരിയാണി അത്ര സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പക്ക തലശ്ശേരി ബിരിയാണിയാണെന്നുള്ളത്. ഇതിനകത്ത് വേറെ ഒരു മസാലപ്പൊടിയില്ല. ആകെയുള്ളത് സ്പൈസസ് ഉണ്ട്, സവാള നല്ലപോലെ വഴറ്റിയിട്ടുണ്ട്, പിന്നെ നമ്മുടെ എന്തൊക്കെയാണ് വറ്റൽമുളക് ഇതൊക്കെ ഇട്ടിട്ട് നേരെ ദമ്മടിച്ചെങ്ങനെയാണ് ആണ് തലശ്ശേരി ബിരിയാണി. മസാലപ്പൊടികളുണ്ടാവില്ല, ജസ്റ്റ് സ്പൈസസ് മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്കൊറ്റ സങ്കടം മാത്രമേ ഉള്ളൂ, പപ്പടം കൂടെ തന്നു. ആ മുട്ടയും കൂടെ തന്നിരുന്നു കറക്റ്റ് ബിരിയാണി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ 10 രൂപ ഉള്ളിൽ മേടിച്ചാലും കുഴപ്പമില്ല, ഒരു മുട്ടയും കൂടെ തന്നു. മൊബൈൽ ഫോണിൽ നിന്ന് മറ്റേ ഹെഡ്ഫോൺ ജാക്കും ചാർജറും എടുത്ത് കളയണ പോലെയാണ് ബിരിയാണിയിൽ നിന്ന് മറ്റേ മുട്ടയും പപ്പടം എടുത്ത് കളയണത്. നല്ല പായസം. അതുപോലെ എൻ്റെ കൂടെ വന്ന കുറേ സാധനങ്ങൾ ബാക്കി വന്നു, അല്ല ഞങ്ങൾ പാർസൽ എടുത്തു. ചമ്മന്തി എടുത്തു വേണം, അടിപൊളി ചമ്മന്തി. തലശ്ശേരി ബിരിയാണി കഴിക്കേണ്ട ശരിക്കും ഇവള് കഴിച്ച പോലെ അല്ല, കുറച്ച് ചമ്മന്തി അച്ചാറും എല്ലാം കൂടി ഇട്ടിട്ടാണ് കഴിക്കേണ്ടത്. പക്ഷെ ഇവളല്ലാതെ കഴിച്ചു, കാരണം അല്ലാതെ തന്നെ കഴിക്കാൻ ടേസ്റ്റും ഉണ്ട്. അത് അസലായിട്ട് വെന്തേക്കണം ബീഫ്. അതുകൊണ്ട് ഞാൻ ഒരു ബീഫ് ബിരിയാണി കൂടി ഞാൻ പാർസൽ പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്കും മോനുവിനായിട്ട്. ഇത് തന്നെ മതി അമ്മയ്ക്ക്, പക്ഷെ മോനുവിനോട് കഴിക്കാനുള്ളതുകൊണ്ട് ആക്ച്വലി ഒരു പീസ് ഉണ്ട്, കുറച്ച് റൈസും ഉണ്ട്. ഒരെണ്ണം കൂടി പറഞ്ഞു. സൂപ്പർ അടിപൊളി. എനിക്ക് പേഴ്സണലി രണ്ടും ഇഷ്ടപ്പെട്ടു. രണ്ട് തരമാണ്, 2 ടൈപ്പ് സാധനങ്ങളാണ്, 2 അറ്റത്ത് ഇറക്കുന്ന സാധനങ്ങളാണ്. ഒന്ന് മന്തി പോലെ, മന്തിയല്ല, വേണമെങ്കിൽ നമ്മുടെ മധുരമല്ല, മന്തിയല്ല, ബുഹാരിയല്ല, അങ്ങനത്തെ ഒരു സാധനമാണ് ഇത്. മറ്റേത് പക്ക തലശ്ശേരി ബിരിയാണി. രണ്ടും കൊള്ളാട്ടോ. പിന്നെ ഇതും ഞാൻ എടുത്തു പറഞ്ഞത്, നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്യുന്ന സാധനങ്ങളല്ല കടയിൽ ഭയങ്കര ഡിഫറെൻ്റ് ആണെന്നുള്ള ഡൈൻ ചെയ്യുമ്പോൾ. കാരണം ഈ സെയിം ഡിഷ് ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് വന്ന രീതിയാണേലും ഇതിൻ്റെ ടെക്സ്ചർ പോലും മാറിയിട്ടുണ്ടായിരുന്നു, ടേസ്റ്റും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ആവി കയറിയിട്ടായിരിക്കാം, ഈർപ്പം കയറിയിട്ടാവും. പക്ഷേ ഇവിടെ നിന്ന് കഴിച്ചപ്പോൾ ഭയങ്കര ഡിഫറെൻറ്റ്. ഇവിടെ കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരുപാട് ഡിഷസ് അങ്ങനെ വന്നിട്ടുണ്ട്. ഓൺലൈൻ ഓർഡർ ചെയ്തപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ കടയിൽ കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു. ഇത് അങ്ങനത്തെ ഒരു ഡിഷാണ് കേട്ടോ. കൊള്ളാം, ശുഭ കൊള്ളാം. ഇതിൻ്റെ ബീഫ് ഒന്ന് കഴിച്ച് നോക്കണം. അനുഭവം പറഞ്ഞ പോലെ ഒരു ദിവസം നമുക്ക് മട്ടൻ ബിരിയാണി ബീഫ് ഷുഗർ വന്ന് കഴിക്കാം. പാർസൽ കൂടി ചേർത്ത് 650 വരണം കേട്ടോ. അനുഭവം കാർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാർസലൊക്കെ കിട്ടി. നല്ല ബിരിയാണി, നല്ല സംഭവമായിരുന്നു കേട്ടോ. ഷുവ കൊള്ളാം. ഐ ലൈക്ക് ഇറ്റ്. ചെറിയ ബിരിയാണിയിൽ എന്നെ ഇമ്പ്രസ് ചെയ്യാൻ ഭയങ്കര പാടാണ്, പക്ഷേ ഇറ്റ്സ് ഗുഡ്. നമ്മുടെ മെഹഫിൽ ഇത്, പിന്നെ നമ്മൾ ബിരിയാണി സ്റ്റോർ, ഇത്രയും എനിക്ക് ബോധിച്ച്. ഞങ്ങളൊരു ബിരിയാണിക്ക് വേണ്ടി ഇവിടെ ഇത്ര നേരം കിടന്ന് കറങ്ങിയെന്ന് അറിയാമോ. ഞങ്ങളുടെ എടപ്പള്ളി തൊട്ട് കലൂര് വരെയുള്ള ഗ്യാപ്പിൽ ഇപ്പോൾ ഇതാണിപ്പോൾ കൊള്ളാമെന്ന് തോന്നി. ഇതും പിന്നെ നമ്മുടെ ഒരു പരിധി വരെ കുഴപ്പമില്ലാന്ന് തോന്നിയേക്കണത് ജെഫാണ്. കുഴപ്പമില്ലെന്നുള്ളൂ, പണ്ടത്തെ ഒരു പ്രൗഡി ഞങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യണല്ലോ. എന്നാലും ചെറിയ ചെറിയ ബിരിയാണി ഇഷ്ടമുള്ളവരാണെങ്കിൽ ദിസ് ഇസ് ഗുഡ് അല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാ, നല്ല പാക്കിങ്ങും കൊള്ളാം. ഓ, നമ്മൾ ഫുൾ ബിരിയാണി പറഞ്ഞാൽ ഇങ്ങനെയാണല്ലേ. ഈ കവർ എനിക്ക് ഓർമ്മയുണ്ട്, ഇങ്ങനെയാണ് നമ്മൾ ഓർഡർ ചെയ്തപ്പോൾ വന്നത്. പക്ഷേ നീ ഇല്ലായിരുന്നു തോന്നാണ്, ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചതെന്ന് തോന്നുന്നത്.
എന്തായാലും ഓൺലൈൻ ഓർഡർ ചെയ്യില്ല കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ വന്ന് കഴിക്കണം. ഇതിപ്പോൾ ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ലാണ്ട് പാക്ക് ചെയ്തുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് കഴിക്കുന്ന ഒരു ഫീൽ ഡിഫറൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോട്ടെ, വേറെ വീഡിയോ. ബൈ ബൈ. ബൈ ദ വേ, ഇത് സ്റ്റേഡിയത്തിൻ്റെ എവിടേക്ക് വരും, സ്റ്റേഡിയം ഒന്ന് കറങ്ങി എന്താണ് തീരാറാകുമ്പോഴേക്കും തിരിച്ച് ആൽമര എത്താറാകുമ്പോഴേക്കും റൈറ്റ് സൈഡിൽ